ഹലോ മച്ചാന്മാരെ, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എറണാകുളം, അതായത് അങ്കമാലിയിൽ നടക്കുന്ന എക്സ്പോ കാണാൻ വേണ്ടിയാണ്. അതായത് സൗണ്ട് എക്സ്പോ, അതായത് പ്രോ വേവ് സൗണ്ട് എക്സ്പോ കാണാൻ വേണ്ടി വന്നേക്കുവാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാൻ പോകുന്നത്. അതായത് ഈ 3 ദിവസങ്ങളുണ്ട്, 8, 9, 10 ദിവസങ്ങളിൽ എക്സ്പോ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ളവരെല്ലാം എക്സ്പോ ഒന്ന് കണ്ട് പങ്കെടുക്കുക. അതായത് അത്രയ്ക്കധികം നമുക്ക് പുതിയ ടെക്നോളജി എന്നാണെന്നും അതറിയാനും അത് നിങ്ങൾക്ക് കേട്ട് മനസ്സിലാക്കാനും ഇവിടെ വന്നാൽ സാധിക്കും. ഇപ്പം പുതിയൊക്കെ തലമുറ ഇത് വന്ന് കാണണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത് കാണേണ്ട സാധനം തന്നെയാണ് ഈ എക്സ്പോ എന്ന് പറയുന്നത്. ഇവിടെ അഡ്ലക്സിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഇവിടെ എക്സ്പോ നടക്കുന്നത്. അപ്പം എല്ലാവരും ഇന്നത്തെ കഴിഞ്ഞു, 8-ാം തീയതി കഴിഞ്ഞു, ഇനി 9-ഉം 10-ഉം ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ദയവായി വന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടും വിശേഷങ്ങളോട്ടും പോകാം. ഓക്കെ, ബൈ. ഹലോ മച്ചാന്മാരെ, അപ്പം നമ്മൾ ഒരു മോർണിംഗ് ഒരു 6 AM ഒക്കെ ആയപ്പോഴത്തേക്കും നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മുടെ ഫ്രണ്ട് ഒരു 4 പേരുണ്ടായിരുന്നു നമ്മുടെ കൂട്ടത്തിൽ. അപ്പം പോകുന്ന വഴി നല്ല കോടമഞ്ഞൊക്കെ ഉണ്ടായിരുന്നു, നല്ല വ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളതെല്ലാം കണ്ട് പതുക്കെ ആസ്വദിച്ച് പോകുകയായിരുന്നു. അപ്പം പോകുന്ന വഴിയിൽ നിരവധി കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങോട്ട് യാത്ര തുടങ്ങിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് നല്ല വിശപ്പ്. അങ്ങനെ കഴിച്ചേക്കാന്ന് ഓർത്ത് ഹോട്ടലിൽ കയറിയപ്പോൾ തന്നെ ഒടുക്കത്തെ ലാഗ്, ഫുഡ് വരാൻ നല്ല ലാഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അവസാനം വെയിറ്റ് ചെയ്ത് അവസാനം ഫുഡ് വന്നു. ഫുഡ് കഴിച്ചു തുടങ്ങി. നല്ല ആസ്വദിച്ച് നല്ല സൂപ്പർ പൊറോട്ടയും മുട്ടക്കറിയുമായിരുന്നു. അതെല്ലാം നല്ല ഫുഡൊക്കെ അടിപൊളിയായിട്ട് കഴിച്ച് നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. നമ്മൾ ഹോട്ടൽ സഫായിലാണ് കഴിച്ചത്. നല്ല ഫുഡായിരുന്നു, നിങ്ങളെല്ലാം ട്രൈ ചെയ്യണം. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും എക്സ്പോയിലോട്ടുള്ള യാത്രയ്ക്ക് ചെന്നു. നമ്മളവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഇതുപോലെ ഒരു QR കോഡ് കാണും. അത് നമ്മൾ രജിസ്റ്റർ ചെയ്ത് ഫോണിൽ ആപ്പ് വഴി രജിസ്റ്റർ ചെയ്ത ശേഷം മാത്രമേ നമുക്ക് ഉള്ളിലോട്ട് കയറാൻ പറ്റുള്ളൂ. ഇവിടെ ഉദ്ഘാടന സമ്മേളനമൊക്കെ നടക്കുന്നുണ്ട്, നമ്മൾ നോക്കാനൊന്നും പോയില്ല. അത് കഴിഞ്ഞ് നമുക്ക് ഇതെല്ലാം സ്കാൻ ചെയ്ത് കഴിയുമ്പം ഇതുപോലൊരു ബാഡ്ജ് കിട്ടി. ഈ ബാഡ്ജ് തന്നെ മാത്രമേ നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ബാഡ്ജാണ് മെയിൻ. അപ്പം ഇത് ബാഡ്ജ് കിട്ടിയ ഉടനെ നേരെ ചെന്നത് ഗ്രൗണ്ടിലേക്കാണ്. ഗ്രൗണ്ടിൽ ചെന്നപ്പോഴത്തേക്ക് വിവിധതരം കമ്പനികളുടെ ലൈനറൈസും സബ്ബും ഇങ്ങനെ തൂക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളതെല്ലാം കണ്ട് ഏത് കമ്പനിയാണ് നമ്മൾ വായിച്ച് നമ്മൾ ചെക്ക് ചെയ്ത് പോകുമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ മത്സരങ്ങൾ തുടങ്ങി. ഓരോ കമ്പനിയും ചെക്ക് ചെയ്യുന്ന മത്സരം, അത് നമ്മൾ കണ്ടിട്ട് വന്നാലോ. അപ്പം നിങ്ങളെല്ലാവരും ഗ്രൗണ്ടിലെ വിശേഷങ്ങൾ കണ്ടില്ലേ. അപ്പം നമുക്കിനി ഉള്ളിൽ എന്നുള്ള ആകാംക്ഷയിലായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. അപ്പം നമുക്ക് ഇനി ഉള്ളിലുള്ള വിശേഷങ്ങൾ കാണാം.
ഇനി നമ്മൾ കയറി ചെല്ലാൻ പോകുന്നതേ സൗണ്ട് അമോസങ്ങളിലേക്കാണ്. ഇവിടെയാണ് പൊടി പൂരം മക്കളെ, നിങ്ങളൊന്ന് കണ്ടിട്ട് വരും കേട്ടോ. On a girl I'm dating, one hand on the cash I'm making. We come through like Funky Friday and have only a man them skating. Let's take. ਦੇ ਸੁਣੇ ਬਾਲੀਵੁੱਡ ਮਿਊਜ਼ਿਕ ਦੀ ਵੇਵਾਨਾ ਭਾਲਦੇ ਵੇਵਾ ਗਾਉਣਾ ਵੀ ਆਉਂਦਾ ਤੇ ਲਿਰਿਕਸ ਚੰਗੇ ਜਿਹੜੇ ਚੱਲਦੇ ਸੀ Foreplay